ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മീനങ്ങ് പൊരിച്ചെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് സ്പെഷ്യൽ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻ പൊരിക്കണമെന്ന് നോക്കിയാൽ വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ മീനിനെ ഈ പേരാണോ പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് മീനൊന്ന് വരഞ്ഞെടുക്കാമേ. മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് മീനിലേക്ക് പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വരഞ്ഞതാ ഇതേപോലെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനും വരഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10ഓളം നമ്മുടെ വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 2.5 സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് കളറ് നന്നായിട്ടുണ്ടാവും, എരിവ് കുറവായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള മുളക് പൊടിയൊക്കെ എരിവുള്ളതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ തന്നെ കുരുമുളകാണ് കേട്ടോ. മൊത്തത്തിലുള്ള കുരുമുളക് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 സ്പൂൺ തന്നെ പെരിഞ്ജീരകമാണ് കേട്ടോ. മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കുരുമുളകും പെരിഞ്ജീരകമൊക്കെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതിലേക്കിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ നമ്മളിത് ആ കുരുമുളകും പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ഉള്ളിയൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ ഇതേപോലെ അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ മറ്റ് വെളുത്തുള്ളിയും ബാക്കിയുള്ള ഉള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം, അരച്ചിട്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, അല്ലാണ്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂൺ നമ്മുടെ നാരങ്ങാ നീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂൺ വെള്ളം, നോർമൽ നമ്മുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കട്ടിയൊക്കെ മാറിയിട്ട് നല്ല കട്ടിയിൽ ആയിരിക്കുമല്ലോ നമ്മുടെ മസാല അരച്ച് വന്നപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കട്ടി മയമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ആ മസാല ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനങ്ങ് ഇതിലേക്കങ്ങ് തേച്ച് കൊടുക്കാം. മസാലയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വരഞ്ഞതിന് ശേഷം നമ്മൾ മീൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം കേട്ടോ. മസാലയൊക്കെ നല്ലതുപോലെ മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. മീൻ പൊരിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വെച്ചാൽ നമ്മുടെ താല്പര്യം പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ അങ്ങ് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി, തീയൊന്നും കൂട്ടി വെക്കേണ്ട. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പുറമേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ മീനുണ്ടല്ലോ അത് ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്, മീഡിയത്തിലെങ്കിലും ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിലും മീഡിയത്തിലെങ്കിലും ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ മീനും ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയെ ഒന്ന് വറുത്തെടുക്കാമേ. ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് നോർമലി നമ്മൾ മീൻ വറുക്കുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മീൻ പൊരിക്കൽ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ച് പരിപാടിയുണ്ട്. ഇതിലാണ് നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടിയിലാണ്.
ഇതും ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സ്പെഷ്യൽ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യും. ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മീൻ ഒരു വശം റെഡി ആയപ്പോഴത്തേക്കും നമ്മൾ മറിച്ചിട്ടിട്ട് മറുവശം കൂടി നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിളിമീൻ ആയതുകൊണ്ട് അറിയാമല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ മറിച്ചൊക്കെ ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വേണം. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതായിരിക്കും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മുഴുവൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതേ മീൻ വറുത്ത അതേ പാനിലോട്ട് കുറച്ചുകൂടി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ള മസാല അതിലേക്ക് ഇടുന്നുണ്ട്. ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതൊരു നല്ല ടേസ്റ്റ് തരും കേട്ടോ നമ്മുടെ മീൻ പൊരിച്ചതിന്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊരിച്ച് വെച്ചിരുന്ന മീനുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങിട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻ പൊരിച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതും കുറച്ച് സാമ്പാറോ രസമോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മീൻ വറുത്തതും രസം സാമ്പാറും ഒക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി മീൻ പൊരിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.